Watch full episodes on Jio Hotstar. വരോൺ വേഗം ചെന്ന് ആ ചെയറിൽ കയറിയിരിക്ക എന്നിട്ട് ആ ടേബിൾ മുറുകെ പിടിച്ചോ. രുദ്ര ഇരിക്കാനുള്ളതല്ല, ഓടി രക്ഷപ്പെടാനുള്ള സമയ. മൈറ പ്ലീസ് ലിസൺ, അതിലിരിക്ക. Bicycle flyo. മുത്തശ്ശോ, ചക്കളുടെ ചോരന്മാർ എസ്കേപ്പ് ആവാണ്. വിടരുത്, അവന്മാരെ അങ്ങനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. പിടിക്കവരെ. ഒന്ന് വേഗത്തിൽ പറക്ക, നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. രുദ്ര, അവര് നമ്മളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. Bicycle, choo! രുദ്ര, പുറകിലുള്ള കാര്യം വിട്ടേക്ക്, ഇങ്ങോട്ട് തിരിഞ്ഞ് മുന്നോട്ട് നോക്ക്. മുൻവശത്ത് കൂടെ ഷാക്കാലും വന്നിട്ടുണ്ട്. ആ, ഒരു സൈഡിൽ പുലിയുണ്ട്, മറ്റൊരു സൈഡിൽ മുതലയാണ്. നിങ്ങളാരും വിഷമിക്കേണ്ട കുട്ടികളെ, നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ജയ് സിംഗ് ചൗഹാൻ, മുന്നോട്ടൊരു അടി എടുത്തു വെച്ചാൽ വിവരമറിയും താൻ. ഞാൻ മാജിക് ഗ്ലോബിൽ കൂടെ കണ്ടതാണ്. ഈ കുട്ടികൾ നിന്റെ രുദ്ര പിന്നെ അവന്റെ ഫ്രണ്ട്സിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അവരിപ്പോൾ എന്റെ പ്രൊട്ടക്ഷനിലാണുള്ളത്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ. നിന്റെ ചാരന്മാരോട് പറഞ്ഞേക്കൂ, വീണ്ടും ഒരു പ്രാവശ്യം സൺസിറ്റിയിലേക്ക് വന്നാൽ ആ ദിവസം അവരുടെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസമായിരിക്കുമെന്ന്. ഈ ശക്കൽ എങ്ങനെ നല്ലവനായി മാറിയത്? ആരും ഒന്നും മിണ്ടരുത്. മിറർ വേൾഡിൽ എല്ലാം ഉൾട്ടയായിട്ടാണ് നടക്കുക. അതുകൊണ്ടാണ് ഇവിടുത്തെ ശക്കൽ നല്ല മനുഷ്യനായി മാറിയിരിക്കുന്നത്, മുത്തശ്ശൻ വില്ലനായും. താങ്ക് യു ഷക്കൽ സർ. അന്യരായ ഞങ്ങളെ നിങ്ങളാണ് രക്ഷിച്ചിരിക്കുന്നത്. നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ജയ്സിംഗിന്റെ പതിവാണ്. ഒന്നും അറിയാത്ത കുട്ടികളെ വെറുതെ എങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ എല്ലാവരും കൂടി എന്റെ പാലസിലേക്ക് പോര്. ഇനി ഈ ടേബിളിൽ കൂടി സഞ്ചരിക്കേണ്ട ആവശ്യമേ ഇല്ല. ചേട്ടാ, ഇത് പോലത്തെ പ്രശ്നമായല്ലോ. ഷാക്കാൽ എപ്പം മുതലാ സാറായി മാറിയത്? ഇപ്പൊ മായരയും വരണോ അവനെ സാറെന്ന് വിളിക്കുകയാണല്ലോ. ഞാൻ എന്റെ അന്ത്യശ്വാസം വരെ അയാളെ സാറെന്ന് വിളിക്കില്ല. ഹലോ എവ്രിവൺ, നമ്മുടെ പുതിയ ഗസ്റ്റുകളെ കണ്ടോ? ആരും പേടിക്കണ്ട. ഇവരെ കാണാൻ രുദ്രയെ പോലെയും അവന്റെ ഫ്രണ്ട്സിനെ പോലെയും ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അവരല്ല ഇത്. ശ്രദ്ധിച്ചൊന്ന് നോക്കിയേ. ചക്ലീന, ജെനി, ജോഡി. ഹലോ സോഗ, സൈഗ, ഇവരെ ഒന്ന് ശരിക്കും ട്രീറ്റ് ചെയ്തേ. രോഗയെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. ശത്രുക്കളെ മിത്രങ്ങളായി കാണാൻ എനിക്ക് പറ്റില്ല. രോഗയ്ക്ക് ഇതൊന്നും പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല. ചേടാ, ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇത് അവരൊന്നും അല്ലെന്നേ. ഇവരെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാവരുത്. മനസ്സിലായില്ലേ? ചേട്ടാ, ഇതുപോലത്തെ പ്രശ്നമായല്ലോ. ഇവര് തരുന്ന ഭക്ഷണം വിശ്വസിക്കാൻ കഴിയില്ല. നല്ലവന്മാരെ പോലെ അഭിനയിച്ച് നമ്മളെ മേലോട്ട് പറഞ്ഞയച്ചാലോ? ഞാൻ എന്റെ ആഹാരം മാത്രമേ കഴിക്കൂ. എന്നാ പിന്നെ രുദ്ര, നമുക്ക് നമ്മുടെ ആഹാരം കഴിക്കാല്ലേ? ഷാക്കാൽ സാറിന് എന്തിനാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഒരു പ്രശ്നമില്ല രുദ്ര. നിന്റെ കൂട്ടുകാരുടെ മനസ്സിൽ ഇപ്പോഴുള്ള ഭയം എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. ശരി, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഹാരം തന്നെ കഴിക്ക്. എനിക്കതിൽ യാതൊരു വിഷമവും ഇല്ല.
അവസാനത്തെ പീസ് ഞാൻ കഴിക്കാന്നേ. രുദ്ര, നീ സൺസിറ്റിയിലെ രുദ്രേക്കാളും വളരെ ഡിഫറെന്റാ. നിങ്ങൾ എല്ലാരും കംഫർട്ടബിൾ ആയിട്ടിരിക്കേ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് എന്തെങ്കിലും നീ കളിക്കാം. പറഞ്ഞത് ശരിയാണ് ജെനി. ഷക്കൽ സർ, ഞങ്ങൾ അറിയാതെ മിറർ വേൾഡ് സൺസിറ്റിയിൽ പെട്ടുപോയതാണ്. ഇനി എങ്ങനെ തിരിച്ചു പോകേണ്ടത് അതാ മനസ്സിലാവാത്തത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, അലാസാറിന്റെ ലൈബ്രറിയിൽ മിറർ വേൾഡിനെ സംബന്ധിച്ചുള്ള ബുക്സ് ഒക്കെ കാണും. അതിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. അതെ, അത് ശരിയാണ്. ഈ മിറർ വേൾഡിൽ എല്ലാം ഉണ്ടെങ്കിൽ അപ്പൊ അലസ സാറിന്റെ ലൈബ്രറി ഉണ്ടായിരിക്കും. താങ്ക് യു ഷക്കൽ സർ. ഞങ്ങൾ അവിടെ ചെന്ന് ബുക്ക് തേടി കണ്ടെത്താം. രുദ്ര, വീണ്ടും വീണ്ടും ഷാക്കാലിനെ ഷാക്കാൽ സാറിനെ വിളിക്കരുത്. അവന്റെ പേരിനും ജോലിക്കും സാറെന്നുള്ള വാക്ക് ചേരില്ല. രംഗീല, ആ, അപ്പൊ ഞങ്ങൾ പോവാണ് ഷക്കൽ സർ. സൂക്ഷിക്കണം രുദ്ര. ബെസ്റ്റ് ഓഫ് ലക്ക്. അലസ സർ, സുഖാണോ? ഇതാര്, രുദ്രയോ? ഒരുപാട് ദിവസമായല്ലോ നിന്നെ കണ്ടിട്ട്. ഞാൻ സുഖമായിരിക്കുന്നു. പറഞ്ഞോളൂ, എന്താ നിനക്ക് വേണ്ടത്? ഞങ്ങൾക്ക് മിറർ വേൾഡിലെ ബുക്ക് വേണം. നിങ്ങൾ ഇതിലിരിക്കെ, ഞാൻ ആ മാജിക് ബുക്ക് കൊണ്ടുവരാം. അലസ സർ, ആ ബുക്ക് എവിടെയാ ഉള്ളത്? രുദ്ര, ഇന്ന പിടിച്ചോ ബുക്ക്. കുതിര പുല്ലുമായി കൂട്ടുകൂടിയാൽ പിന്നെ തിന്നുന്നത് എന്തായിരിക്കും? മിറർ വേൾഡിൽ വന്നിട്ട് മിറർ വേൾഡിന്റെ ബുക്കാണോ ചോദിക്കുന്നത്? ഇനി ജയ്സിംഗ് ഇങ്ങോട്ട് വരുന്നത് വരെ നിങ്ങൾ എന്റെ തടവിലായിരിക്കും. ജയ്സിംഗ്, നിങ്ങളുടെ ശത്രുക്കൾ ഇവിടെ തടവിലാണ്. വന്നവരെ കൊണ്ടുപോയിക്കുള്ളൂ. താങ്ക് യു അല്ല സാർ. ചാരന്മാരെ, നിങ്ങൾ എന്താണ് കരുതിയത്? അത്ര പെട്ടെന്ന് രക്ഷപ്പെട്ട് ഓടാമെന്ന് കരുതിയോ? അല്ല സാർ, ഇവരെ നല്ലപോലെ ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. ഇവന്മാരെങ്ങോട്ടാ പോയത്? മുകളിൽ നോക്ക്, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അതെന്താണ് അലസ സർ? ആനയുടെ പല്ല് അത്രയും പെട്ടെന്ന് ആർക്കും കാണാൻ കഴിയില്ല. പക്ഷെ അതിനും പല്ലുകളുണ്ട്. എനിക്കറിയാമായിരുന്നു ഈ മിറർ വേൾഡിൽ എല്ലാം ഉൾട്ടയാണെങ്കിൽ നിങ്ങൾ മാത്രം എങ്ങനെ നല്ലവനായിരിക്കും. അതുകൊണ്ടാണ് ആദ്യം ഞങ്ങൾ ഇമേജസിനെ അയച്ചത്. ഇപ്പൊ നിങ്ങൾ വളരെ റിലാക്സ് ആയിട്ട് റെസ്റ്റിംഗ് ചെയറിൽ റെസ്റ്റ് എടുക്കൂ. ഗൈസ്, വേഗം ചെന്ന് ബുക്ക് തേടി കണ്ടെത്ത്. നമ്മുടെ കൈവശം ടൈം കുറവാണ്. ബുക്ക് കിട്ടിക്കഴിഞ്ഞു. വേണ്ട, നീ ആ ബുക്ക് എടുത്തോണ്ട് പോവരുത്. ബുക്ക് പ്രൊട്ടക്ടർ, എന്റെ അനുവാദമില്ലാതെ അവർ ആ ബുക്ക് എടുത്തിരിക്കുകയാണ്. അവരെ തടയൂ. ബുക്ക് തിരിച്ചു തന്നേക്ക്, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. രുദ്ര, അത് ഞങ്ങളുടെ പുറകെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബുക്ക്
പ്രൊട്ടക്ടർ, വേണ്ടെന്ന് വെച്ചാലും എനിക്കിത് ചെയ്തേ പറ്റൂ. ഇബൈസ്കാർ ഡിസ്മാന്റലോ. വേണ്ട. ഇതൊക്കെ എന്താണ് അലാഗ സർ? ആ ചാരന്മാരെവിടെ? അവര് രക്ഷപ്പെട്ടു പോയി. രുദ്ര, ബുക്കടക്ക്. ഇതിന്റെ പ്രകാശം കണ്ണിന് നല്ലതല്ല. ചേടാ, ഇത് വല്ലാത്ത പ്രശ്നമായല്ലോ. പ്രകാശം ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ രുദ്ര എങ്ങനെ ബുക്ക് വായിക്കുന്നത്? ബുക്ക് ഞാൻ തീർച്ചയായിട്ടും വായിക്കും. ഇബൈസ്കാർ മാജിക്കൽ ഗോഗിൾ ക്രിയേറ്റോ. ഓ, ഇതിലെന്താ എഴുതിയിട്ടുള്ളത്? രുദ്ര, എന്താ എഴുതിയിരിക്കുന്നത്? വേഗം വായിക്ക. ഇനി 1 മിനിറ്റ് പോലും ഞാൻ ഈ സ്ഥലത്ത് ഇരിക്കില്ല. വരും നോക്ക്. ഞാനിത് കാണുന്നുണ്ട്, പക്ഷെ എങ്ങനെയാ ഇത് വായിക്കുന്നത്? ഈ ബുക്കിലെല്ലാം തല തിരിഞ്ഞാണ് കാണുന്നത്. നമ്മളുടെ കാര്യം പോക്കാ. ബുക്ക് കിട്ടി, പക്ഷെ തുറക്കാൻ പറ്റുന്നില്ല. പക്ഷെ ബുക്ക് തുറന്നപ്പോ വായിക്കാൻ പറ്റാത്ത അവസ്ഥയും. ചേടാ, ഇത് പോലത്തെ പ്രശ്നമായല്ലോ. ഇനിയിപ്പോ നമ്മുടെ തലയെഴുത്തിൽ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉള്ളത്? രംഗീല, വിധിയെ കുറ്റം പറയുന്നത് നിർത്ത്. മുത്തശ്ശൻ പറഞ്ഞ ആ ലെസൺ ഒന്ന് ഓർത്തു നോക്ക്. പ്രശ്നം എത്ര വലുതായാലും ശരി, അതിനേക്കാളും ധൈര്യം നമുക്കുണ്ടാവണം. അന്തർ മന്തർ കാലികലന്തർ ചൂ. രുദ്ര, ഇപ്പൊ എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ബുക്ക് വായിക്കാൻ തുടങ്ങ്. ബ്രില്യന്റ് മൈറ. ഈ ബുക്കിൽ മിറർ ഇമേജ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എല്ലാം തലകീഴായിട്ട് കണ്ടത്. എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ വെച്ച് അവസാനിക്കും ഈ കഥ. നിങ്ങളുടെ സ്ഥലത്തേക്ക് പോവാനുള്ള വഴി ഈ മണ്ണിൽ തന്നെ ഉണ്ട്. സൂര്യന്റെ അവസാന കിരണങ്ങൾക്ക് മുൻപ് പുറത്തേക്ക് പോകാനുള്ള വഴി തുറന്നില്ലെങ്കിൽ പിന്നീട് എല്ലാവരും നിരന്തരമായി ഇവിടെ തന്നെ കുടുങ്ങി പോകുന്നതായിരിക്കും. രുദ്ര, ഈ വരികൾക്കെല്ലാം എന്താണ് അർത്ഥം? അതിനർത്ഥം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എല്ലാവരും റിട്ടേൺ പോയിന്റിലേക്ക് ചെന്നേ പറ്റൂ. എവിടുന്ന് വന്നോ അവിടേക്ക്. ആ സമയം മിസ്സായി പോയാൽ പിന്നെ നമ്മൾ എല്ലാവരും മിറർ വേൾഡിൽ കുടുങ്ങി പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നു എനിക്ക് ഇവിടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. എനിക്ക് റിട്ടേൺ പോയിന്റ് ഓർമ്മയുണ്ട്. ഇപ്പൊ സമയം വളരെ കുറവാണ്, വേഗം വരും പോവാ. Watch India's largest kids library only on Jio Hotstar. Download the app now.